Today we are going to handle another core course. As you know, public finance. That will come under 6th semester as a part of core course. You will get, total marks 100. 80 mark external evaluation and 20 mark internal. Okay, total mark 100 ആണ്. We need to discuss what are the subject matter of public finance and public revenue, public expenditure, public debt, budget management in India, fiscal policy, local finance or federal finance and so on. Okay, dear students, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ വാച്ച് ചെയ്യുന്ന ഈ വീഡിയോ വളരെ ഷോർട്ട് ആയിട്ടുള്ളതാണ്. കാരണം പബ്ലിക് ഫൈനാൻസിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ നൽകുന്നുള്ളൂ, സിലബസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു 50 മിനിറ്റും 30 സെക്കൻഡ്സ് ഉണ്ട്, ലെങ്ത്ത് കൂടുതലാണ്. പക്ഷേ പബ്ലിക് ഫൈനാൻസിൻ്റെ A to Z നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇനി സമയം കൂടുതൽ അതിന് സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്തവർ, കാരണം വെച്ചാൽ ലെങ്ത്ത് കൂടുതലുള്ള വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് വീഡിയോ ചെയ്യുന്നത്. കാരണം പല കുട്ടികളും പല രീതിയിലുള്ള റിക്വസ്റ്റാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യണമെന്ന് ചില ആളുകൾ പറയാറുണ്ട്, ചില ആളുകൾ വളരെ ഷോർട്ടായിട്ട് മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനും ഉപകാരപ്രദമാകുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുറഞ്ഞ സമയം കൊണ്ട് ഒരു അനാലിസിസ് നടത്തുന്നതാണ്. പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുകയാണെങ്കിൽ പിന്നെ പബ്ലിക് ഫൈനാൻസിൻ്റെ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. 5 ചാപ്റ്റേഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഈ വീഡിയോ ഷോർട്ടാണെങ്കിലും വളരെ ഇഫക്റ്റീവായിട്ട് തന്നെ ഡീൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സിലബസ് പ്രകാരം 5 പ്രധാനപ്പെട്ട മൊഡ്യൂളുകളാണുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ് കേട്ടോ. അങ്ങനെ തിയററ്റിക്കൽ പാർട്ടുണ്ട്, അതുപോലെ എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടുണ്ട്. പബ്ലിക് ഫൈനാൻസ് സിംപ്ലി വി ക്യാൻ സേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ്റിൻ്റെ വരുമാനവും ചെലവും ഡീല് ചെയ്യുന്ന ഒരു മേഖല. ഇറ്റ് ഈസ് വൺ ഓഫ് ദ വൈറ്റൽ ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. അപ്പോൾ പബ്ലിക് ഫൈനാൻസിൽ നമുക്ക് ഡീല് ചെയ്യാനുള്ളത് 5 ചാപ്റ്റേഴ്സാണ്. മൊഡ്യൂൾ 1 ഒറിജിൻ, ഗ്രോത്ത്, മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പബ്ലിക് ഫൈനാൻസ്. And second module, very interesting module, public expenditure and cost benefit analysis. And third module, public revenue and income tax calculation. And fourth module, public debt and budget in India. And last module, very interesting module, federal and local finance in India. ഈ 5 മൊഡ്യൂളുകളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോവുകയാണ്. വി നീഡ് ടു അനലൈസ് ദ ഹോൾ ഏരിയാസ് ഓഫ് പബ്ലിക് ഫൈനാൻസ് ഇൻ എ ലൂസിഡ് വേ. ലെറ്റ് us discuss module 1. The title of module 1, origin, growth, meaning and scope of public finance. This is the title of first module. And see, in this module we can see there are 4 important topics. First one, as our title, that is meaning and scope of public finance or fiscal economics, or origin, growth, meaning and scope of public finance or scope of fiscal economics, right? Then what about the origin of public finance? നിങ്ങൾ മാക്രോ എക്കണോമിക്സിൽ ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ പെർസ്പെക്റ്റീവ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്ലാസിക്കൽ എക്കണോമിക്സ്, they strongly argued for, the principle like laissez-faire system. Okay, laissez-faire system. That is, the role of government is very, very minimum in economic activities. We need to understand, the year of 1929, in which, Great Depression that happened. Great Depression. ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല, everything. The exact period, it is from 1929 to 1933. Classical economics പറഞ്ഞതൊക്കെ എന്ത് ചെയ്തു? That dismantled. Okay. And ഇവിടെയാണ് ജോൺ മെനാർഡ് കെയ്ൻസ് who attacked classical economics. ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ കൺസെപ്റ്റ്സ് ഫോളോ ചെയ്തിരുന്ന ആളായിരുന്നു ജോൺ മെനാർഡ് കെയ്ൻസ്. ബട്ട് ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പം വി ക്യാൻ സീ ജനറൽ അൺഎംപ്ലോയ്മെൻറ്റ്, ഓവർ പ്രൊഡക്ഷൻ ആൻഡ് എവറിത്തിങ്. ജബീസെ പറഞ്ഞ സപ്ലൈ ഓൾവേസ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ദാറ്റ് വാസ് റൂയിൻഡ്. ഓക്കെ, അതിനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ദെൻ ഗ്രേറ്റ് ഡിപ്രഷൻ, ഇൻ വിച്ച് John Maynard Keynes, J.M. Keynes, his important work, General Theory of Employment, Interest and Money, that published in 1936, in which he gave much importance to, government
The role of government is very essential to revive the economy from the crisis, in which he introduced the concept, fiscal policy, the policy of the government. The second most important topic, public and private finance. We needed to discuss what are the major similarities between public and private finance, as well as dissimilarities between public and private finance. Another important concept, principle of maximum social advantage. It is very, very important concept and a theory in which you can expect an essay or a general essay. The last topic that come under module first, public goods, then private goods, mixed goods, another important concept, and last one, merit goods. ഇവിടെ ഒരു ടോപ്പിക് കൂടി ഞാൻ ആഡ് ചെയ്യാൻ നിങ്ങൾ സിലബസിലില്ല. You can also refer to that area, non-merit goods. Okay, Musgrave introduce ചെയ്ത ഒരു concept ആണ് non-merit goods. Just opposite of merit goods. That is, society or the people or government actually discouraging that consumption of those commodities like, alcohol, narcotic drugs and so on. Okay, these are the 5 areas that come under module 1. Module 2, public expenditure and cost benefit analysis. Another very important module. See here we need to discuss around 5 topics. 5 പ്രധാനപ്പെട്ട topic ആണ്. See, meaning and importance of public expenditure with special reference to India. Public expenditure means, the whole expenditure of the government. You can just think about education, public distribution system. Crores and crores rupees actually spending by the government. For what? Welfare of the people. Related to the growth of public expenditure, we need to discuss 2 important theories that discussed by, Adolf Wagner. Okay, Wagner എന്ന് കേൾക്കുമ്പോൾ കാറിൻ്റെ കമ്പനിയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മുടെ മാരുതി അവരെ ഇറക്കുന്ന ഒരു കാറിൻ്റെ കമ്പനി വാഗണർ ഉണ്ട് അല്ലേ. യു ക്യാൻ ജസ്റ്റ് കണക്ട്, then you can easily remember the name. Adolf Wagner, German economist ആണ്. അദ്ദേഹത്തിൻ്റെ the law of increasing state activities or state expenditure. Okay, then Wagner's hypothesis ഉണ്ട്. കാരണം Wagner's hypothesis പറയുന്നത് there is a smooth and continuous growth of public expenditure in a country. രാജ്യത്ത് വളരെ സ്മൂത്തായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഗ്രോത്ത് ഓഫ് ദ എക്കോണമി. വാഗ്നേഴ്സ് ഹൈപ്പോത്തസിസിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് വന്നിട്ടുള്ള തിയറിയാണ് 2 പേര്, പീകോക്ക് ആൻഡ് വൈസ്മാൻ ഹൈപ്പോത്തസിസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏരിയ, canons of public expenditure. Canons means, principles. Okay, principles of public expenditure, that discussed by Findlay Shiraz, another economist, Shiraz. Okay, Findlay Shiraz ഡിസ്കസ് ചെയ്ത canons എന്ന് പറയുന്നത് canons of benefit. ഓക്കെ, പബ്ലിക് എക്സ്പെൻഡിച്ചർ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം സൊസൈറ്റിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ. ദെൻ canons of economy, economizing the resources, wastages ഒഴിവാക്കണം. The third one, canon of sanction. Okay, it should be get prior permission from the parliament or maybe authority. And canons of surplus. Next topic, effects of public expenditure on the economy of India. നിങ്ങൾക്കൊരു എസ്സേ പ്രതീക്ഷിക്കുക, effects of public expenditure. It is a little bit wide topic. That is, effects of public expenditure on production. That is capacity to save, capacity to invest, capacity to work, then willingness to work, willingness to save, willingness to investment and so on. Effects of public expenditure on distribution, effects of public expenditure on economic stability by controlling economic evils like inflation, deflation, and effects of public expenditure on consumption and so on. Last topic, it is really very important topic, investment evaluation, project evaluation and cost benefit analysis with suitable examples. See, this is about module 2, public expenditure and cost benefit analysis. 2 എസ്സേക്കുള്ള വകുപ്പുള്ള ഏരിയ ആണ്. ഇതിന് 5 മാർക്ക് 2 മാർക്കൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ടൈപ്സ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ, അൺപ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പ്ലാൻ എക്സ്പെൻഡിച്ചർ, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. Let me explain module 3, public revenue and income tax calculation. Public revenue means, income of the government.
that mobilized from different sources. ഈ പബ്ലിക് റവന്യൂ പബ്ലിക് എക്സ്പെൻഡിച്ചറിനേക്കാളും ഷോർട്ട് ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, ഗവൺമെൻറ് ഫോഴ്സ്ഡ് ടു ടേക്ക് ഡെറ്റ്. അതിന് വിളിക്കുന്ന പേരാണ് പബ്ലിക് ഡെറ്റ്, ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദി കമ്മിങ് മൊഡ്യൂൾ. See, first topic, sources of public revenue, in which, there are two sources. Broadly, we can classify the sources of public revenue into two: tax revenue sources and non-tax revenue sources. Tax revenue sources means the income from various taxes: income tax, corporate tax, excise duty, value added tax, GST, goods and service tax, export duty, import duty or customs tax, different taxes, surcharge, cess, etc. And non-tax revenue, tax അല്ലാത്ത മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടാക്സേതര അല്ലേ, നികുതിയേതര വരുമാനങ്ങൾ എന്ന് വിളിക്കും. അതിൽ പ്രധാനമായിട്ട് ഇൻകം ഫ്രം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഫ്രം പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്. ഇപ്പോൾ റെയിൽവേന്നോ അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് ലാഭം കിട്ടുകയാണെങ്കിൽ, ഇപ്പം ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആൻഡ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഓക്കെ, ഇങ്ങനെയുള്ള പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം, ആൻഡ് ഗിഫ്റ്റ് grants, etc. These are the three major classifications that come under non-tax revenue. Second topic, classification of taxes. Okay, number of taxes are there. Okay, നമുക്കൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്, ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ഇപ്പോൾ ഇൻകം ടാക്സ് ബിലോങ്സ് ടു ഡയറക്റ്റ് ടാക്സ്, ബട്ട് സെയിൽസ് ടാക്സ്, GST, എക്സൈസ് ഡ്യൂട്ടി ബിലോങ്സ് ടു ഇൻഡയറക്റ്റ് ടാക്സ്. അതിന് ഇമ്പാക്റ്റ്, ഇൻസിഡൻസ്, ഒരു കൺസെപ്റ്റ് ഒക്കെ വെച്ച് അനലൈസ് ചെയ്യാനുണ്ട്. പ്രോഗ്രസീവ് ടാക്സേഷൻ, റിഗ്രസീവ് ടാക്സേഷൻ, proportional taxation, digressive taxation, that is based on tax base and tax rate, specific tax and ad valorem tax, commodity tax classification, single tax, multiple tax. Then canons and principles of taxes. Here you need to discuss Adam Smith's ലൈസൻസ് ഫെയർ പോളിസിയാണ്, സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് കുറച്ച് പേജുകൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് കാനൻസ് ഓഫ് ടാക്സേഷൻ, ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ. ഈ കാനൻ ഓഫ് ഇക്വാളിറ്റി, എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ, canon of certainty, canon of convenience and canon of economy. These are the four canons of taxation advocated by Adam Smith. Then ability to pay, cost of service, benefit theories. These are the important theories or principles associated with the taxation. Next topic, impact, incidence and shifting of taxation. Impact എന്ന് പറഞ്ഞാൽ that is the initial burden of taxation. ഇൻസിഡൻസ് എന്നാൽ ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ബേർഡൻ ഓഫ് ടാക്സേഷൻ. ഞാൻ ഗവൺമെൻറ്റിലേക്ക് ക്യാഷ് കൊടുക്കുമ്പോഴാണ് ഇൻസിഡൻസ് ഉണ്ടാവുക. ഓക്കെ, ഷിഫ്റ്റിംഗ് ഓഫ് ടാക്സേഷൻ മീൻസ് ഷിഫ്റ്റിംഗ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ബേർഡൻ ഓഫ് ടാക്സേഷൻ ക്യാൻ ബി ഷിഫ്റ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ദെൻ ഇഫക്ട്സ് ഓഫ് ടാക്സേഷൻ, another very interesting topic. Effects of taxation, like effects of taxation on production, effects of taxation on distribution, other effects of taxation like effects of taxation on consumption, economic stability, economic growth and so on. വളരെ മനോഹരമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. Then major taxes in India, see, income tax, VAT, value added tax, GST, goods and service tax. And the last topic, calculation of personal tax and corporate tax with the suitable examples. ഓക്കെ, ഇത് നമ്മളൊരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുക. പേഴ്സണൽ ടാക്സ് ഓരോ ബജറ്റിൽ അതിന് മാറ്റങ്ങൾ വരും. ഇപ്പോൾ പേഴ്സണൽ ടാക്സ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ആളുടെ ഇൻകം സപ്പോസ് 2.5 lakhs ആണെങ്കിൽ ടാക്സ് റേറ്റിനില്ല, ടാക്സ് 1 രൂപയും ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, പുതിയ സ്ലാബ് പ്രകാരം ഇതാണ് ഇൻകം ടാക്സ് സ്ലാബാണ് കേട്ടോ. 2.5 to 5 lakhs ആണെങ്കിൽ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഉണ്ടെങ്കിൽ 5% കൊടുക്കണം. കുറച്ച് മുമ്പ് അത് 10% ആയിരുന്നു. ആ സ്ലാബ് മാറ്റിയിട്ട് ഞാൻ ലേറ്റസ്റ്റ് ആണ് പറയുന്നത്. ഇതൊക്കെ മാറിയിട്ട് ഓരോ ബജറ്റിൽ മാറ്റങ്ങളുണ്ടാവും, നിങ്ങളത് റെഫർ ചെയ്യണം. ദെൻ 5 lakhs to 10 lakhs, ഇറ്റ് ഈസ് 20%. ഇപ്പോൾ 10% എന്ന് പറയുന്ന സ്ലാബില്ല, 20% കൊടുക്കണം. ദെൻ എബോവ് 10 lakhs, 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഇറ്റ് ഈസ് 30% പ്ലസ് സർചാർജ് വരും. ഓക്കെ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്, അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാനുള്ളതാണ്. അതേപോലെ കോർപ്പറേറ്റ് ടാക്സ് അല്ലേ, ടാക്സ് ഓൺ ദ ഇൻകം ഓഫ് ദ കമ്പനി ഓർ ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി, കോർപ്പറേറ്റ് ടാക്സ്, അത് പേഴ്സണൽ ടാക്സ്, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ദിസ് ഈസ് അബൌട്ട് മൊഡ്യൂൾ 3. നൗ വി ക്യാൻ ഡിസ്കസ് മൊഡ്യൂൾ 4. See, മൊഡ്യൂൾ 4, പബ്ലിക് ഡെറ്റ് ആൻഡ് ബജറ്റ് ഇൻ ഇന്ത്യ. There are two topics here. First one, public debt
and second one is budget in India. Very important area. The first topic, debt redemption. Debt redemption is repayment of debt by the government. Okay. Debt redemption, repudiation, then sinking fund method, and the capital levy, surplus budget, and so on. Okay, one 5 mark essay expect topic is very important. The next one, budgeting in India. Then what about the principles of budget and procedures of budgeting? Budget present adinde provisions undu, enactment of budget undu, execution budget undu, then revenue account, revenue budget and capital budget. Revenue account undu, revenue account il revenue receipt, revenue expenditure. Capital budget il capital account il capital receipt, capital expenditure. Then again zero based budgeting and performance budgeting. ഒരു pair പഠിക്കട്ടോ, zero based budgeting and performance budgeting, a types of budget. Then it is very very important topic, primary deficit, revenue deficit, capital deficit, then budget deficit, fiscal deficit. You can also add that point, fiscal deficit. Okay, that is also related to budget. Fiscal policy, it is a part of economic policy, the policy designed by the government. What are the major instruments of fiscal policy? Taxation, expenditure, public debt or budget. And we need to discuss all the fiscal policy with reference to India. Then contra-cyclical fiscal policy, that is related to business cycle, trade cycle. Trade cycle ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. Prosperity, അതിൻ്റെ ടോപ്പിൽ വരുന്ന boom, then depression, that is recession, then depression താഴെ trough and recovery. The last one, deficit financing and black money in India. Deficit financing, deliberate ആയിട്ട് expenditure കൂട്ടുക റവന്യൂവിനേക്കാളും, എന്നിട്ട് അതിന് ഫൈനാൻസ് ചെയ്യാം. ബ്ലാക്ക് മണി ഒക്കെ അറിയാലോ. This is about module 4, public debt and budget in India. Let me explain module 5, that is federal and local finance in India. ഫെഡറൽ ഫൈനാൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സെറ്റപ്പ് നിങ്ങൾ നോക്കുക, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അല്ലെ, 3 layers ആണ്. ഇവരുടെ സെൻട്രൽ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ റിലേഷൻസ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7th ഷെഡ്യൂളിൽ നോക്കിയാൽ there are 3 lists, സെൻട്രൽ ലിസ്റ്റ് ഓർ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ ഫെഡറൽ ആൻഡ് ലോക്കൽ ഫൈനാൻസ് ഇന്ത്യ, ഇറ്റ്സ് മീനിങ് ആൻഡ് ഡെഫിനിഷൻസ്, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ദെൻ ഫങ്ഷൻസ് ഓഫ് ഫൈനാൻസ് കമ്മീഷൻസ്. ഓക്കെ, ഫൈനാൻസ് കമ്മീഷൻസ് ഇപ്പം നിലവിൽ 15th ഫൈനാൻസ് കമ്മീഷനാണ്. പ്ലീസ് നോട്ട് NK Singh, ദ ചെയർമാൻ ഓഫ് ദ 15th ഫൈനാൻസ് കമ്മീഷൻ. ഈ ഫൈനാൻസ് കമ്മീഷനാണ് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിവിസിബിൾ ഓഫ് ഇൻകം, ടാക്സിബിൾ ഇൻകം ആൻഡ് അതർ റിസോഴ്സസ് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് അത് തീരുമാനിക്കുന്നത്. Then jurisdictions of finance commission. Then next topic, center state financial relations. And also think about Needhi Ayog. For fiscal economics revised university syllabus add ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് Needhi Ayog, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇന്ത്യൻ എക്കോണമിയിൽ പഠിക്കുന്ന ഏരിയയാണ്, ഇതിലേക്ക് ക്ലബ് ചെയ്താൽ മതി. അതേപോലെ ബ്ലാക്ക് മണി ഇൻ ഇന്ത്യയും ഇന്ത്യൻ എക്കോണമി ഒരു ടോപ്പിക്കാണ്, പബ്ലിക് ഫൈനാൻസിൻ്റെ മേഖലയിലേക്ക് നിങ്ങൾക്ക് അത് ക്ലബ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. Needhi Ayog, this is the new topic in fiscal economics. Okay, now last topic, local finances. You can think about 73rd and 74th constitutional amendment act. അത് പ്രകാരം നമുക്കറിയാം റൂറൽ ഏരിയാസിലെ അല്ലേ എന്തുണ്ട്, പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ജില്ലാ പഞ്ചായത്ത് ഓർ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. മുനിസിപ്പാലിറ്റീസ് ആണെങ്കിൽ, അർബൻ ഏരിയാസിലാണെങ്കിൽ മുനിസിപ്പൽ കമ്മിറ്റീസ് ഓർ മുനിസിപ്പൽ കോർപ്പറേഷൻസ്. അപ്പോൾ അവരുടെ ബന്ധപ്പെട്ട ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ദെയർ ഫങ്ഷൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഫെഡറൽ ഫൈനാൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ലോക്കൽ ഫൈനാൻസ്, ഈ ഏരിയാസ് ബന്ധപ്പെട്ടതാണ് ഇത്രയും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഏരിയാസാണ് നമ്മുടെ ടോപ്പിക്കിൽ വരുന്നത്. മൊഡ്യൂൾ 5, ഫെഡറൽ ആൻഡ് ലോക്കൽ ഫൈനാൻസ് ഇൻ ഇന്ത്യ. ഈ 5 മൊഡ്യൂൾ അത്യാവശ്യം ഏരിയാസ് ഉണ്ട്, നല്ല കെയർ ചെയ്യണം, വായിക്കണം, നല്ല മെറ്റീരിയൽസ് അപ്ഡേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ ടോപ്പിക്കായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി ഏതെല്ലാം പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കേണ്ടത്, ഫർദർ റീഡിങ്സ് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് വായിക്കാം മസ്ഗ്രൈവ് ആൻഡ് മസ്ഗ്രൈവിൻ്റെ പബ്ലിക് ഫൈനാൻസ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള പബ്ലിക് ഫൈനാൻസിൻ്റെ നല്ലൊരു ബുക്കുണ്ട്. അതേപോലെ നമ്മുടെ HL ഭാട്ടിയ പബ്ലിക് ഫൈനാൻസിൻ്റെ ഒരു പുസ്തകം, ലേഗി വളരെ സിമ്പിളായിട്ട് എഴുതിയ പുസ്തകമാണ് പബ്ലിക് ഫൈനാൻസിൽ. ആ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, പത്രങ്ങളൊക്കെ വായിക്കുക, എക്കണോമിക് സർവേക്ക് നോട്ട് ചെയ്യുക, വളരെ നല്ല ഉഷാറായിട്ട് പോവുക. വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. സ്റ്റേ പോസിറ്റീവ്. താങ്ക് യു സോ മച്ച്.